ബാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നോ 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 ഇല്ലില്ലില്ലില്ലില്ല, ഇക്കാര്യത്തിൽ അങ്ങനെ യാതൊരു വിഷയവും വരുന്നില്ല. ലീഗിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ആദ്യം ഇന്നലെ ഒന്നും തുടങ്ങിയ നിലപാടല്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പെടുത്ത നിലപാടാണ്. ഞങ്ങൾ അതിനകത്ത് യാതൊരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. നോ 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 ഇല്ലില്ലില്ല, അങ്ങനെ എത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട യാതൊരു വിഷയവുമില്ല. ഞങ്ങളെ നിലപാട് വളരെ വ്യക്തമല്ലേ ഞങ്ങൾ ഈ കാര്യത്തിൽ. പിന്നെ ഞങ്ങളെ അങ്ങനെ ആരും ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞങ്ങളെ എവിടെയൊന്നും ഓട് പൊളിച്ചിറങ്ങി വന്ന ടീമൊന്നുമല്ല. അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഇതൊന്നും വലിയ ഇഷ്യൂ അല്ലെന്നേ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള സകല ചരട് വലി നടക്കുന്നത് ഞങ്ങൾ മലപ്പുറത്തിരുന്നായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. കേരളത്തിലെ കുടിയന്മാരുടെ കുടി നിർത്തലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു നയം കൊണ്ടുവന്നത്. നമ്മുടെ രാജ്യത്ത് 2 രീതിയിലുള്ള കുടിയന്മാരാണുള്ളത്. ഒന്ന് മദ്യം ഉപയോഗിക്കുന്ന വലിയ കുടിയന്മാരും മറ്റൊന്ന് ചെറിയ കുടിയന്മാരുണ്ട്, അതായത് പാല് കുടിയന്മാരായ കുഞ്ഞു കുട്ടികൾ. പുതിയ നിയമത്തോടുകൂടി ഈ കള്ളുകുടിയന്മാരുടെ കുടി ഏകദേശം നമുക്കില്ലാതാക്കാൻ സാധിക്കുമെങ്കിലും മറ്റ് കൊച്ചു കുടിയന്മാരുടെ കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമാകേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KPCCയുടെ വക്താവ് ഹസൻ എന്താ പറയാനുള്ളത് നോക്കാം. ഈ ബാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിലപാടെന്ന് പറഞ്ഞാൽ, അതായത് AICCയുടെ തീരുമാനം അനുസരിച്ചാണ് ഞങ്ങളിവിടെ അങ്ങനെ ഒരു നിലപാടെടുത്തത്. കഴിഞ്ഞ പ്രകടന പത്രികയിൽ തന്നെ ഞങ്ങൾ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ സമ്പൂർണ്ണമായും മദ്യനിരോധനം നടത്തണമെന്ന് ഞങ്ങൾ KPCCയോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടു. പിന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും KPCC പ്രസിഡന്റിനെയും ഒറ്റപ്പെടുത്താൻ ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയാം. അവരെയൊക്കെ പാർട്ടി ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കുന്നതാണ്. അല്ലാതെ അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഞങ്ങൾ കോൺഗ്രസ്സുകാർ വെള്ളമടിക്കത്തില്ലേ കുടിക്കത്തില്ലേ ഇതൊക്കെ. അതിനല്ലേ ഞങ്ങൾ 5 സ്റ്റാർ ബാറുകൾ മാറ്റിയിട്ടേക്കുന്നത്. അതായത് ഞങ്ങളുടെ മറ്റേ കാസർഗോഡ് ഇവിടുത്തെ കണ്ണൂരത്തെ ടോയ്സ് കുട്ടിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മസ്കറ്റ് ഹോട്ടലിലൊക്കെ അത് പോകണമെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ഇത് ഞങ്ങളുടെ AICCയുടെ നിലപാടാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കിത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു നേതാവിലേക്ക് പോകാം. BJP നേതാവ് ശ്രീധരൻപിള്ളയ്ക്ക് എന്താ പറയുന്നത് നോക്കാം. ബാർ വിഷയവുമായി ബന്ധപ്പെട്ട് BJPയുടെ നിലപാട് വളരെ വ്യക്തമല്ലേ. BJP കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടാണുള്ളത്. ഞങ്ങളുടെ നിലപാടെന്താ? ഞങ്ങൾ 1960 തന്നെ ഈ ഒരു നിലപാടെടുത്ത, പക്ഷേ ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഈ മദ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ നശിപ്പിക്കുന്നതല്ലേ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു അർബുദമല്ലേ ഈ മദ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് വേണ്ട, അത് നമ്മൾ വർജിക്കണം. ഈ കാര്യത്തിൽ ഞാൻ BJPയുടെ കോർ കമ്മിറ്റി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ കേരളത്തിലുള്ള നേതാക്കന്മാർക്കൊന്നും കേന്ദ്രത്തിൽ വലിയ പിടിപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഏറ്റവും റിട്ട് കിടപ്പുണ്ട് ഹൈക്കോടതിയിൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു റിട്ട് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിധിയൊക്കെ വരട്ടെ. അല്ലാതെ BJP ഇക്കാര്യത്തിൽ ആർക്കും കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി, അതെല്ലാവർക്കും അറിയാത്തല്ലേ. ഇനി നമുക്ക് മറ്റൊരു നേതാവിലേക്ക് പോകാം. KPCCയുടെ മറ്റൊരു വക്താവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ എന്താണ് കാര്യം പറയാനുള്ളത്? ഒരു പത്രലേഖകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാണ്. നികേഷേ, ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. എന്താ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാ? KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാ, അല്ലാതെ വഴി കിടക്കുന്ന ചെണ്ടയല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വഴിയെ പോകുന്നവരും വരുന്നവരും ഒക്കെ KPCC പ്രസിഡന്റിനെ മെക്കിട്ട് കയറുന്നു. എന്താ ഈ രാജ്യത്തൊരു നിയമമില്ലേ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാ? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവാ. ആ മുഖ്യമന്ത്രിയെ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? അതായത് ബാർ ലോബിയുടെ ആളെന്നും മദ്യരാജാവെന്നൊക്കെ ഇവിടെ വിലയിരുത്തിയില്ലേ?
എന്താ നമ്മളൊക്കെ ഈ രാജ്യത്ത് രാഷ്ട്രീയം പറയുന്നവരല്ലേ? ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയേണ്ടത്? അപ്പോൾ പത്രലേഖന പ്രത്യേകിച്ച് ഒരു ചോദ്യം ഉണ്ടാവും, ഉണ്ണിത്താൻ ഏത് പാർട്ടി? അത് ബ്രിട്ടാസ് അങ്ങനെ ചോദ്യം ചോദിച്ചെന്ന് തോന്നുന്നു. സത്യത്തിൽ ഉണ്ണിത്താൻ ഏത് പാർട്ടിയാ? അല്ല, ഉണ്ണിത്താൻ ഏത് ഗ്രൂപ്പാ? അപ്പോൾ ഉണ്ണിത്താന്റെ മറുപടി, ബ്രിട്ടാസ്, ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ബ്രിട്ടാസ് ഏത് ഗ്രൂപ്പാ? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ KPCCക്ക് ഒറ്റ വക്താവ് മാത്രമല്ല, ഞാനടക്കം 3 വക്താക്കളുണ്ട്. ആരെന്ത് പറയണമെന്ന് പാർട്ടിയാ തീരുമാനിക്കേണ്ടത്, അല്ലാതെ വഴിയെ പോകുന്ന ദേശാടന പക്ഷികളല്ല. ഇനി മറ്റു നേതാക്കന്മാരുടെ പ്രതികരണം നമുക്ക് പിന്നീട് കാണാം.